എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവർ 3 പേരും കൂടി തീരുമാനിക്കുന്നു ഇനി നവ്യയോട് സത്യങ്ങളൊന്നും തുറന്നു പറയണ്ട എന്ന്. അന്നേരം എനിക്ക് വിഷമമാണ്. ആദർശേട്ടനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് ആദർശേട്ടൻ കേൾക്കേണ്ടി വരുന്ന പഴി കുറച്ചൊന്നും അല്ല എന്ന് നയന പറയുവാണ്. അന്നേരം വിഷമത്തോടെ കനക ചോദിക്കുന്നുണ്ട്, ഇനി എന്താ തീരുമാനം എടുക്കണ്ടേ, മോൾ എന്താ പറയാൻ ഉദ്ദേശിച്ചത് പറ എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്ന്. അന്നേരം ദേവയാനി പറയും, അതൊന്നും കാര്യമാക്കണ്ട, ഇപ്പം ഒരു വാർത്ത കിട്ടി അത് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്നു. ചാനലുകാർക്ക് വേറെ വാർത്ത കിട്ടുമ്പം അത് അതിൻ്റെ അകത്തങ്ങ് മുങ്ങിപ്പോയിക്കോളും. അതുകൊണ്ട് അതിൽ വലിയ കാര്യമാക്കണ്ട. ആദർശിന് കാര്യങ്ങളെല്ലാം അറിയാം. അതുപോലെ ഈ വീട്ടിലുള്ള നമുക്കെല്ലാവർക്കും അറിയാം. അഭിക്കും അറിയാലോ നമുക്കെല്ലാം സത്യം അറിയാമെന്ന്. അതുകൊണ്ട് അവൻ നവ്യയുടെ കൂടെ നിന്ന് ആദർശിനെ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കില്ല. പിന്നെ ഇതൊന്നും അറിയാത്തത് ജാനകിയും ജലജയും മാത്രമാണ്. അവരെ നമ്മൾ കാര്യമാക്കുകയും ചെയ്യേണ്ട. പക്ഷേ ഇതെല്ലാം ഒപ്പിച്ചു വെച്ചത്, ഇതിനെല്ലാം തുടക്കം കുറിച്ച ആളാണ് അനാമിക. അവളെ വെറുതെ വിട്ടുകൂടാ. അവളും അവളുടെ അച്ഛനും ഈ കാണിച്ചതിനുള്ള തിരിച്ചടി അനുഭവിച്ചിരിക്കണം. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്നൊക്കെ പറയുന്നു. അന്നേരം കട്ടക്കലിപ്പിൽ നിൽക്കുകയാണ് നമ്മുടെ നയന. ഈ സമയമെല്ലാം ഗോവിന്ദനും നന്ദുവും കൂടെ കനകയെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. കനക എന്ത് പറഞ്ഞു, നവ്യ ഏത് രീതിയിൽ പ്രതികരിച്ചു എന്നൊക്കെ അറിയണമല്ലോ വരുമ്പം. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് നന്ദു. അന്നേരം നന്ദു പറയുന്നുണ്ട്, അമ്മയെ കണ്ടില്ലല്ലോ അച്ഛാ, അമ്മ വന്നിട്ട് പോകാമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. അപ്പോൾ എമർജൻസി ആയിട്ട് ചെല്ലാൻ പറഞ്ഞു, കോളും വന്നു എന്ന് പറയുമ്പം മോള് പൊയ്ക്കോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് നന്ദു ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും ഓട്ടോയിൽ അങ്ങോട്ട് വരൂ കേട്ടോ കനക കയറി വരുന്നതേ വന്ന് അവിടുത്തെ കസേരയിൽ അങ്ങ് ഇരിക്കുവാണ്. അന്നേരം എന്താ കനക സംഭവിച്ചത്, പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോൾ എന്താ ചെയ്തത്, പൊട്ടിത്തെറിച്ചോ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം കനക പറയുന്നുണ്ട്, അതിന് പൊട്ടിത്തെറിക്കാൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലല്ലേ, ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയും. അന്നേരം ഗോവിന്ദൻ ചോദിക്കും, പിന്നെ എന്തിനാ നീ ഇവിടുന്ന് പോയത് എന്ന്. അന്നേരം കനക പറയുന്നുണ്ട്, ഞാൻ വെറുതെ ഈ കാര്യങ്ങൾ അവളോടൊന്ന് സൂചിപ്പിച്ചുള്ളൂ. ആദർശ് കാണിച്ച പോലെ ഒരു തെറ്റ് അഭിമോനാണ് കാണിക്കുന്നതെങ്കിൽ മോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുള്ളൂ. അന്നേരം അവൾ പറയുവാണ്, അങ്ങനെ എന്തെങ്കിലും അഭി ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിയനെയും കൊല്ലും, ആ കൊച്ചിനെയും കൊല്ലും, അവളും ചാകും എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് ഞാൻ പേടിച്ചു പോയി. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പം നയനമോൾ അതിനെ പക്വതയോടെയാണ് നേരിട്ടത്. പക്ഷേ ഇവൾ അങ്ങനെയല്ല, വെട്ടൊന്ന് മുറി 2 എന്നതാണ് ഇവളുടെ ഒരു രീതി. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആ പറച്ചിൽ കേട്ടപ്പോഴേ ഞാൻ അങ്ങ് പേടിച്ചു പോയി, പിന്നെ എനിക്കൊന്നും തുറന്നു പറയാൻ സാധിച്ചില്ല എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഈ കാര്യം നേരത്തെ നവ്യ ചേച്ചി നയനേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചേച്ചിയെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് നന്ദുവും പറയുന്നുണ്ട്. പക്ഷേ നന്ദു പറയുവാണ്, ഇതിനെല്ലാം പുറകിൽ ആ അഭി ഉണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അവനെ സ്റ്റേഷനിൽ കയറ്റി നല്ല ഇടിയിടിക്കേണ്ട സമയം കഴിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അങ്ങ് പോകുന്നു. പോയി കഴിയുമ്പം ഗോവിന്ദൻ കനകയോട് ചോദിക്കുവാണ്, ഇത്രയൊക്കെ സംഭവിച്ചോളൂ, അവിടെ ചെന്നിട്ട് ബാക്കി എല്ലാവരെയും കണ്ടോ എന്ന് ചോദിക്കുക. അന്നേരം പിന്നെ എല്ലാവരെയും കണ്ടു. അവിടുന്ന് ഒരുത്തി ഇറങ്ങിപ്പോയതിൻ്റെ സങ്കടത്തിലാണ് ജാനകി ഇപ്പോഴും പറയുന്നത് അവളുടെ മരുമകൾ പാവവും നമ്മുടെ മോള് ചീത്തയും എന്നാണ് പറയുന്നത് എന്ന് പറയും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, അവർക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം കനക പറയുന്നുണ്ട്, സത്യങ്ങളൊന്നും അറിയത്തില്ല, ശരിക്കും അവൾ ഒറ്റ ഒരുത്തിയാണ് ആ കുടുംബത്തിൽ 2 അടുക്കളയാക്കിയത്. ഇപ്പം ഏത് സമയവും ആദർശിനെയാണ് എല്ലാവരും കുറ്റം പറയുന്നത്. പിന്നെ നമ്മുടെ നവ്യമോളുടെ കാര്യവും കണക്കാണ്, അവൾ 2 വള്ളത്തിൽ കാല് വെച്ചാണ് നടക്കുന്നത്, എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം, ആ അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കനക അകത്തോട്ട് കയറി പോവാണ്. പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. എന്നത്തെയും പോലെ നന്ദുവിനെ കാണാനായിട്ട് അനി അങ്ങോട്ട് ചെല്ലുവാണ്. അന്നേരം ഇത് കണ്ടുകൊണ്ട് ഇറങ്ങി വരും കേട്ടോ സിയും അവിടുത്തെ ASIയും കൂടെ. അപ്പം അങ്ങനെ പറയുന്നുണ്ട്, ഇതാണ് മേഡത്തിൻ്റെ പുറകെ നടക്കുന്ന അനന്തപുരിയിലെ പയ്യൻ എന്ന് പറയുമ്പോൾ, ഇവനാണോ, അവനിങ്ങ് കയറി വരട്ടെ, അവനുള്ളത് ഞാൻ കൊടുക്കാം എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ അനി അകത്തോട്ട് കയറി വരുന്നത്, എന്താ നീ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, കാണാൻ വന്നതാ എന്ന് പറയും. അന്നേരം അങ്ങനെ പറയുവാണ്, കണ്ടല്ലോ ഇനി നീ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ, അതല്ല SI സാറിനെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ, അതിൻ്റെ ആവശ്യം എന്താ, നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ അതോ നിനക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ അതിനാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല നന്ദു ഞങ്ങളുടെ ബന്ധുവാണെന്ന് പറയുമ്പോൾ, നന്ദുവോ, മനസ്സിലായില്ല എന്നിങ്ങനെ പറയുക. അന്നേരം അല്ല, ഇവിടുത്തെ SI സാറ് ഞങ്ങളുടെ ബന്ധുവാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയും. അന്നേരം അങ്ങനെ ഇത്തിരി ഇഷ്ടമില്ലാത്ത രീതിയിൽ ചോദിക്കുന്നുണ്ട്, അങ്ങനെ നിങ്ങളുടെ ബന്ധുവാണെങ്കിൽ നിനക്ക് തോന്നുമ്പോഴൊക്കെ ഇവിടെ കയറി വരാൻ പറ്റുമോ, ഇതെൻ്റെ നിൻ്റെ തറവാട്ട് സ്വത്താണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം ഓരോന്ന് അനി പറയാൻ ശ്രമിക്കുമ്പോൾ അതിനെല്ലാം തർക്കുത്തരം പോലെ പറയുന്നു. അനിയെ നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നു. അന്നേരം എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അന്നേരം പറയുവാണ്, അതെ ഈ സ്റ്റേഷനിൽ ഞാനാണ് CA ആയിട്ടുള്ളത്, പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്ന ഒരാളെ ഞാൻ ഇതുവരെ വെച്ച് പൊറപ്പിച്ചിട്ടില്ല. ഞാൻ ജോലി ചെയ്ത എല്ലാ സ്റ്റേഷനിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അവിടെയുള്ള പെൺകുട്ടികൾക്ക് രാത്രി പോലും പുറത്ത് ഇറങ്ങി നടക്കാവുന്ന അവസ്ഥയിൽ ഞാൻ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് തന്നെ ഞാനും ഈ
ഞാൻ ഇവിടെ ചെയ്യും. അന്നേരമാണ് ഒരുത്തൻ ഈ സ്റ്റേഷനിലോട്ട് ഇടിച്ച് കയറി വന്ന് ഇവിടുത്തെ SIയെ തന്നെ ശല്യം ചെയ്യാൻ നോക്കുന്നത്. അതൊന്നും ഞാൻ അംഗീകരിച്ച് തരില്ല എന്നൊക്കെ പറഞ്ഞ് അനിയനിങ്ങനെ നാണം കെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നന്ദു വരുന്നത്. അന്തേക്കും SI പറയും, ദേ നന്ദു സാറ് വന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഞാൻ മിണ്ടാതിരിക്കണോ എന്ന് ചോദിക്കും. എന്നിട്ട് നന്ദു കയറി വരുന്നതേ ചോദിക്കും, ഇവനല്ലേ നന്ദുവിനെ ശല്യം ചെയ്യുന്നത്, ഇവനെ പിടിച്ച് അകത്തിട്ടാലോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ സാറേ അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ ബന്ധുവാണ് ഇവൻ എന്ന് പറയും. അന്നേരം അങ്ങനെ പറയുന്നുണ്ട്, ഇവൻ ബന്ധുവല്ല ശരിക്കും ശത്രുവാണ്, അത് നന്ദുവിന് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇവൻ കൂടെ നടക്കുന്നതുകൊണ്ടാണ് നന്ദുവിന് ഈ പേരുദോഷം മൊത്തം കേൾക്കേണ്ടി വന്നത്, ഈ പ്രശ്നങ്ങൾ മൊത്തം അനുഭവിക്കേണ്ടി വന്നത് എന്നൊക്കെ പറയുമ്പം അതിന് അനി ഒരു കാരണക്കാരനല്ല എന്ന് നന്ദു പറയും. പക്ഷെ അങ്ങനെ സമ്മതിച്ചു കൊടുക്കുകയില്ല. കുറേ ചീത്തയും കൂടെ പറയും അനിയോട്. എന്നിട്ട് മര്യാദയ്ക്ക് പൊയ്ക്കോണം, ഇനി മേലാൽ നിന്നെ ഈ സ്റ്റേഷൻ്റെ പരിസരത്ത് കണ്ടുപോകരുത് എന്നൊക്കെ പറയുവാണ്. ഇത് കേൾക്കുന്ന നന്ദുവിന് വിഷമാവുന്നുണ്ട്. പക്ഷേ ഇയാളാണല്ലോ അവിടുത്തെ മേലുദ്യോഗസ്ഥൻ, അതുകൊണ്ട് നന്ദുവിനൊന്നും പറയാൻ മേലാത്തത് കൊണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് നന്ദു. അന്നേരം അനി ദേഷ്യം വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകുന്നു. അന്തേക്കും അങ്ങേര് ഒന്ന് നിന്നേടാ എന്ന് പറഞ്ഞ് പുറകെ ചെല്ലും. എന്നിട്ട് പറയുന്നുണ്ട്, ഇതേ പോലീസ് സ്റ്റേഷനാണ്, അല്ലാതെ സ്വർണം വിൽക്കുന്ന സ്ഥലമൊന്നുമല്ല. നീ മൂർത്തി ജ്വല്ലറിയിലെ ആരാണെങ്കിലും എനിക്ക് വിഷയമല്ല. ഇവിടെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വരുന്നത് സ്വർണം മോഷ്ടിക്കുന്നവരെയാണ്, അല്ലാതെ വിൽക്കാൻ വെച്ചേക്കുന്ന സ്ഥലമല്ല. അതുകൊണ്ട് മേലാൽ ഈ ഭാഗത്തേക്ക് നീ വന്നേക്കരുത്. അതുപോലെ ഇനി ഏതെങ്കിലും പെണ്ണുങ്ങളെ നീ ശല്യം ചെയ്തു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ നേരാവണ്ണം നടക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങോട്ട് അങ്ങ് അപമാനിച്ചിട്ടാണ് അനിയെ ഇറക്കി വിടുന്നത്. അനി ദേഷ്യത്തിൽ പോകുന്നു. പോയി കഴിയുന്നെങ്കിൽ അങ്ങനെ ആവനാഴി എന്ന് പറയുക. സാർ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും നന്ദു. അന്നേരം പറയുക, ചിലപ്പോഴേ ഈ പെൺപിള്ളേരെ ആണുങ്ങൾ ശല്യം ചെയ്യുന്ന ഒരു സന്ദർഭം, അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ആവനാഴിയിലെ ഇൻസ്പെക്ടർ ബൽറാമിനെ പോലെ ആയി മാറും. അതുപോലെ എനിക്കിതൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ വിട്ടിട്ട് അങ്ങ് പോവാണ്. അതിനിടയ്ക്ക് പറയുന്നുണ്ട്, ചിലരെന്നോട് പറയാറുണ്ട് ഞാൻ ആവനാഴിയിലെ നായകനെ പോലെയാണെന്ന്, ഞാനത് മൈൻഡ് ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം ഒന്ന് പൊക്കിയിട്ടു ആട്ടോ കയറി പോകുന്നത്. പോയി കഴിയുമ്പോൾ നന്ദുവിന് ആകെ ദേഷ്യം. അന്നേരം SI പറയുവാണ്, അതെ CA സാറിന് എന്തോ ഒരു അസുഖം ഉണ്ടെന്ന്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ചെറിയ അസുഖമൊന്നുമല്ല, അത്യാവശ്യം വലിയ അസുഖം തന്നെയാണ്. ഇഷ്ടക്കേടോട് കൂടിയാണ് നന്ദു പറയുന്നത്. അത് കഴിഞ്ഞ് നന്ദു മനസ്സിലോർക്കുക, കഷ്ടമായി പോയല്ലോ, അനിയെ അപമാനിച്ചാണല്ലോ അയാളെ ഇറക്കി വിട്ടത്, അവന് വിഷമമായി കാണുമല്ലോ എന്നൊക്കെ നന്ദു ഓർക്കുന്നു. ഏതായാലും അവിടെ നിന്ന് ഇറങ്ങിപ്പോയ അനി നല്ല കട്ടക്കലിപ്പിലായിരുന്നു. അതുകൊണ്ട് കൂട്ടുകാരെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അയാളെ ആരോ സ്വാധീനിച്ചിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാണ് എന്ന് പറയുമ്പം അവർ പറയുന്നുണ്ട്, ഇതും അനാമികയുടെ അച്ഛൻ്റെ പരിപാടിയാണോടാ, ഇനി അയാൾ എന്തെങ്കിലും പൈസ കൊടുത്ത് ഇയാളെ ഇങ്ങനെ ആക്കിയതാണോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം എനിക്ക് സംശയമുണ്ടെന്ന് അനി പറയും. അന്നേരം അതിലൊരുത്തൻ പറയുക, ഇനി നന്ദു തന്നെയാണോ ഇനി ഇങ്ങനെ പറയിപ്പിച്ചത്, നീ അങ്ങോട്ട് ചെല്ലാതിരിക്കാൻ വേണ്ടി എന്നിങ്ങനെ പറയുമ്പം രാകേഷ് പറയുന്നുണ്ട്, പോടാ, അവൾ നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയുമെന്നല്ലാതെ വേറൊരാൾ അനിയെ അപമാനിക്കുന്ന അവൾ കണ്ടുകൊണ്ട് നിൽക്കുകയൊന്നുമില്ല, നമ്മുടെ നന്ദു അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയുന്നു. അന്നേരം അനി പറയുന്നുണ്ട്, ഇയാൾ ഇങ്ങനെ കളിക്കുവാണെങ്കിൽ നോക്കിക്കോ, ഒരുപാട് കാലം ഇവിടെ കാണിയല്ല, ഒരുപാട് കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുത്തശ്ശനോടൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഏതെങ്കിലും ഒരു ഓണം കയറാൻ മൂലയിൽ ഇരിക്കുമെന്ന് പറയും. അന്നേരം അവർ പറയുന്നുണ്ട്, എടാ നിൻ്റെ മുത്തശ്ശൻ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഇടപെടുകയില്ല, നിനക്ക് നന്ദുവിനെ കാണാൻ വേണ്ടി അവിടുന്ന് CA മാറ്റണം എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ അതിനകത്ത് ഇടപെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അനി പറയുന്നുണ്ട്, അപ്പം നന്ദുവിനെ ഈ സ്റ്റേഷനിൽ തന്നെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മുത്തശ്ശൻ ഇടപെട്ടല്ലോ, ഇനിയിപ്പോൾ മുത്തശ്ശൻ ഇടപെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആദർശേട്ടനോട് പറഞ്ഞിട്ടാണെങ്കിലും അയാൾ ഞാൻ ഇവിടുന്ന് പറപ്പിക്കും, മര്യാദയ്ക്കിരുന്ന് അങ്ങേർക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യത്തിലാണ് അനി. ഈ സമയം കൊണ്ട് നമ്മുടെ CA നേരെ നന്ദുവിൻ്റെ വീട്ടിലോട്ട് ചെല്ലുവാണ്. നന്ദുവാണ് വന്നത് എന്നോർത്ത് രണ്ടുപേരുടെ ഗോവിന്ദനും കനകയും ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ ഇങ്ങേരാട്ടോ കയറി ചെല്ലുന്നത്. എന്നിട്ട് ഇതാരാ പോലും എന്നുള്ള ഒരു ഭാവത്തിൽ നിൽക്കുന്നു രണ്ടുപേരുടെ. കയറി ചെന്നിട്ട് അങ്ങേര് പരിചയപ്പെടുത്തുന്നുണ്ട്, ഞാനാണ് സ്ഥലം CA, നന്ദുവിൻ്റെ ഓഫീസിലാണ് ഞാനും എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. നന്ദു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇരിക്കാൻ പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, മോൾ ഇവിടെ ഇല്ല കേട്ടോ എന്ന്. അന്നേരം അങ്ങേര് പറയും, ഞാൻ മോളെ കാണാൻ വേണ്ടിയല്ല വന്നത്, നന്ദുവിൻ്റെ അച്ഛനെയും അമ്മയും കണ്ട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറയും. അന്നേരം കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്നാണ് ആദ്യം പറയുന്നത്. ആദ്യമായിട്ട് വന്നതല്ലേ, എന്തെങ്കിലും എടുക്കാമെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറയും. അന്നേരം കനക അകത്തേക്ക് പോകും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, എൻ്റെ മകളുടെ സ്വഭാവം ഒരു എടുത്തുചാട്ടം ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സാറ് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോഴേക്കും അങ്ങേര് പറയുന്നുണ്ട്, ആ സ്വഭാവത്തിന് എന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ല, നന്ദു എന്നെപ്പറ്റി എന്തെങ്കിലും ഇവിടെ പറയാറുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഇടയ്ക്ക് പറയാറുണ്ട്, സാറ് സ്മാർട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും അങ്ങേര് ഒരടി അങ്ങ് പൊങ്ങുവേ. അന്നേരം അങ്ങേര് തന്നെ പറയുവാണ്, അത് തന്നെ, ഞാൻ സ്മാർട്ടാണ്, ഞാൻ ഇതിനു മുമ്പ് അതിർത്തിയിലായിരുന്നു, ആ പ്രദേശത്തുള്ള എല്ലാ ക്രിമിനൽസിനെയും ഞാൻ ഒതുക്കി കഴിഞ്ഞപ്പം രാഷ്ട്രീയക്കാരെ എന്നെ ഇങ്ങോട്ട് തട്ടിയതാണ്, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സെയിം വൈബിലുള്ള ഒരു സഹപ്രവർത്തകയെ എനിക്ക് കിട്ടിയത്. നന്ദു പറഞ്ഞല്ലോ ഞാൻ സ്മാർട്ടാണ്, ഒരു കണക്കിന് എന്നേക്കാൾ ഡബിൾ സ്മാർട്ടാണ് അച്ഛൻ്റെ മോള്, അതുകൊണ്ട് തന്നെ ആ മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ
എൻ്റെ സ്വഭാവം കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് ഒരു മെഗാ സ്റ്റാറിൻ്റെ ഷേപ്പുണ്ട് എന്ന് പോലും പലരും പറഞ്ഞിട്ടുണ്ട്. ആ മെഗാ സ്റ്റാറിന് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്തൊരവസരം വന്നപ്പം എന്നെ വിളിച്ചതാണ്. പിന്നെ ഹീറോയിസം സിനിമയിൽ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, ജീവിതത്തിൽ കാണിക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാതെ, സിനിമയിലേക്ക് പോകാതിരുന്നതെന്ന് പറഞ്ഞ് അങ്ങ് പൊക്കി അടിക്കുവാണ്. ഇടയ്ക്ക് ഇത്തിരി ഇഷ്ടക്കേടൊക്കെ തോന്നുന്നുണ്ട് ഗോവിന്ദന്. ഇങ്ങനെ തന്നെത്താനെ പൊക്കിക്കൊണ്ടിരിക്കുമല്ലേ. എന്നിട്ട് പറയുവാണ്, എൻ്റെ ഈ ഹീറോയിസം എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടമാണ്. ഈ പറയുന്ന നന്ദുവിന് പോലും എന്നോട് ചെറിയ ആരാധന തോന്നി തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നൊക്കെയാണ് അങ്ങനെ വെച്ച് കാച്ചുന്നത്. അന്തേക്കും കനകയും അങ്ങോട്ട് ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് വന്നു. അത് എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുമ്പം പറയുവാണ്, ഞാനിപ്പം ഇങ്ങോട്ട് വന്നത് അച്ഛനെയും അമ്മയും കണ്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. എനിക്ക് കുറച്ച് കാലമായിട്ട് വീട്ടിൽ ആലോചിക്കുന്നുണ്ട്. എനിക്ക് ആരെയും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം ഈ സ്റ്റേഷനിൽ വന്നപ്പോൾ ഞാൻ നന്ദുവിനെ കണ്ടു. എൻ്റെ സെയിം വൈബായ നന്ദുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നാലോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദുവിൻ്റെ സ്നേഹം നിങ്ങൾക്കൊക്കെ കിട്ടുന്നത് പോലെ അതിൽ പകുതി എനിക്കും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുവാണ്. അന്നേരം ഗോവിന്ദൻ പറയും, അത് മോളുടെ ഒരു ഇഷ്ടവും കൂടെ നോക്കണ്ടേ, അവൾക്ക് ഇഷ്ടമാണോ എന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഉറപ്പായിട്ടും നന്ദുവിന് എന്നെ ഇഷ്ടപ്പെടും. എനിക്ക് നന്ദുവിന് എന്നോട് ആരാധന പോലും ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ടെന്നൊക്കെ പറയുവാണ്. അന്നേരം കനക പറയും, അതേ ജാതകമൊക്കെ എന്നിങ്ങനെ പറയുന്നതേക്കും എനിക്ക് ജാതകത്തിൽ വിശ്വാസമൊന്നുമില്ല. ഞങ്ങൾ ഒന്നിക്കണമെന്ന് ഈശ്വരൻ പണ്ടേ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മുഹൂർത്തം കുറിപ്പിക്കാമെന്ന് പറയുവാണ്. എന്നിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ടെങ്കിലും തുറന്ന് പറയുന്ന ഒരു ശീലമാണ് എൻ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. അതിനിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് ആദ്യമായിട്ട് അമ്മ തന്നത് മധുരമാണ്. ഇനി നമ്മളുടെ ജീവിതത്തിൽ മൊത്തത്തിൽ ഈ മധുരം തുടർന്നും പോകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, അങ്ങനെ സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ പോയി കഴിയുമ്പം ഭയങ്കര ഇഷ്ടം രണ്ടുപേർക്കും. പോലീസുകാരൻ തന്നെയാണല്ലോ. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, അവളെപ്പറ്റി എല്ലാം മനസ്സിലാക്കിയിട്ട് വന്നതാണ് അയാളെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നതും കനക പറയുക, നമുക്ക് ജോത്സ്യനെ ഒന്ന് കാണണം, ഞാൻ അതുകൊണ്ട് ഇപ്പം തന്നെ ജോത്സ്യനെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കനക ജോത്സ്യനെ കാണാനായിട്ട് പോകുന്നു. ഇതൊക്കെ കണ്ട് ഒരു ദീർഘനിശ്വാസമൊക്കെ വിട്ട് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഗോവിന്ദൻ. ഇത്രയ്ക്കായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.